IHT തന്നെ ഹിറ്റ്. നൂതന സ്കിൽ പരിശീലന രംഗത്ത് നിരവധി അവാർഡുകൾ കരസ്ഥമാക്കിയ തിരൂർ IHT 25ാം വർഷത്തിലും ജൈത്രയാത്ര തുടരുന്നു. ഗവൺമെന്റ് PSC അംഗീകരിച്ച വിവിധ കോഴ്സുകൾ, അന്താരാഷ്ട്ര നിലവാരമുള്ള സർട്ടിഫിക്കറ്റുകൾ, നോർക്ക അറ്റസ്റ്റേഷൻ, AI ടൂൾസ് ഉൾപ്പെടുത്തിയ കരിക്കുലം, പ്ലേസ്മെന്റ് അസിസ്റ്റന്റ് സൗകര്യം. IHT കോളേജ്, പയ്യനങ്ങാടി, തിരൂർ. ബ്രാഞ്ച് പോലീസ് ലൈൻ. ഫോൺ 9847 300 120. നമസ്കാരം, പ്രഹേളിക ന്യൂസിലേക്ക് സ്വാഗതം. ലോക നാടക ദിനാചരണം മാർച്ച് 27 തിരൂരിൽ. തിരൂർ ആർട്സ് സൊസൈറ്റി ടാസ് ലോക നാടക ദിനമായ 2026 മാർച്ച് 27 തിരൂർ GMUP സ്കൂളിൽ നാടക അവതരണവും 6 പതിറ്റാണ്ടിലേറെയായി നാടിന്റെ അകമായ നാടകം നെഞ്ചേറ്റിയ നാടക കലാകാരൻ അല്ലൻ പൂഴിക്കുന്നിന് ടാസ് പ്രതിഭാ പുരസ്കാര സമർപ്പണവും നാടക ഗാനാഞ്ജലിയും നാടക അവബോധ പ്രഭാഷണവും സംഘടിപ്പിക്കും. ലോക നാടക ദിനമാണ് ഈ വരുന്ന മാർച്ച് 27. ലോക നാടക ദിനത്തോടനുബന്ധിച്ച് ടാസ് തിരൂർ നാടക ദിനാചരണം ആഘോഷിക്കുക. ആ ദിനാഘോഷത്തിന് അനുബന്ധിച്ചുള്ള പരിപാടികൾ നിങ്ങളെ അറിയിക്കാനും നിങ്ങളുടെ സഹായമൊക്കെ അഭ്യർത്ഥിച്ചിട്ടാണ് ഈ പത്രസമ്മേളനം ഇന്നിവിടെ വിളിച്ചു കൂട്ടിയിട്ടുള്ളത്. നിങ്ങൾക്കറിയാം 3 വർഷക്കാലം തിരൂരിൻ്റെ സാംസ്കാരിക മണ്ണിൽ അമച്ചർ പ്രൊഫഷണൽ നാടകങ്ങൾക്ക് പ്രോത്സാഹനം നൽകാനും വേദി ഒരുക്കാനും വേണ്ടിയിട്ടാണ് ഈ സംഘടനയ്ക്ക് രൂപം കൊടുത്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഈ മാർച്ച് 27 ലോക നാടക ദിനം വളരെ ശ്രദ്ധേയമാണ്. എന്താണോ നാടക ദിനം മുന്നോട്ട് വയ്ക്കുന്ന ആശയം, അത് 3 വർഷക്കാലമായി തിരൂരിൻ്റെ സാംസ്കാരിക മണ്ണിൽ ടാസ് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ആദ്യമായിട്ടാണ് നാടക ദിനം ടാസ് ആഘോഷമാക്കി മാറ്റുന്നത്. അതിൻ്റെ ഭാഗമായിട്ട് 27 ചക്ക സ്കൂളിൽ വെച്ച് 5 മണിക്ക് ഈ നാടക ദിനാചരണം ഒരാഘോഷമാക്കി മാറ്റി അവതരിപ്പിക്കുകയാണ്. അതിനോടനുബന്ധിച്ച് സാംസ്കാരിക സമ്മേളനം, നാടക ഗാനങ്ങൾ ചേർത്തുകൊണ്ടുള്ള ഗാനാഞ്ജലി, കൂടാതെ നാടകരംഗത്ത് ഏറ്റവും ശ്രദ്ധേയമായ പ്രവർത്തനം കാഴ്ചവെച്ച ഒരു മഹത് വ്യക്തിയെ അന്ന് ആദരിക്കുന്നു. കൂടാതെ ഏറ്റവും നല്ല ഒരാശയം, ശക്തമായ ഒരാശയം നാടകരൂപത്തിൽ അവതരിപ്പിക്കുന്ന MM പുറത്തൊരു അദ്ദേഹത്തിൻ്റെ ഭാര്യ പ്രസന്ന തുണേരിയും അഭിനയിച്ചുകൊണ്ടുള്ള ഒരു 2ാം നാടകം, ചാവേറുകൾ എന്ന നാടകം, ശക്തമായൊരു നാടകം അന്നേ ദിവസം അരങ്ങേറുന്നുണ്ട്. ചരിത്രത്തിൽ കേരളത്തിൽ തന്നെ വളരെ ശ്രദ്ധേയമായ ഒരു പാരമ്പര്യമുള്ള ഒരു സ്ഥലമാണ് നമ്മുടെ തിരൂർ. പ്രഗത്ഭരായ ഒരുപാട് നടന്മാരെ തിരൂരിൽ നിന്ന് തിരൂരിലെ ക്ലബ് കൾച്ചർ, ഇവിടെ ഉണ്ടായിരുന്ന ഒരു ക്ലബ് കൾച്ചറിലൂടെ, ഇവിടെ ഉണ്ടായിരുന്ന നാടക പ്രവർത്തനത്തിലൂടെ നമുക്ക് സിനിമകളിലേക്കും തിരൂർ വിജയനടക്കമുള്ള പ്രതിഭകളെ, ഇതെല്ലാം തിരൂരിൻ്റെ ഒരു നാടക പാരമ്പര്യത്തിൻ്റെ ഫലമായിട്ടുണ്ടായിട്ടുള്ളതാണ്. സംഗീതവും നാടകവും ഇണചേർന്നുകൊണ്ട് തന്നെ തിരൂരിൽ 60കളിൽ തുടങ്ങിയിട്ടുള്ള പ്രവർത്തനം ഇപ്പോഴും സജീവമായി തുടരുന്നു എന്നതിൻ്റെ ഒരു മകുടോദാഹരണമാണ് ടാസ് തിരൂരിൻ്റെ ഈ വർഷത്തെ ഈ വരുന്ന 27 നടക്കുന്ന പരിപാടി. ലോക നാടക ദിനം എന്ന് പറയുന്നത് അത്യധികം ശ്രദ്ധയാകർഷിച്ച, നമ്മളെല്ലാവരും കലാസ്നേഹികളും സാമൂഹ്യ പ്രവർത്തകരും സാംസ്കാരിക പ്രവർത്തകരടക്കം എല്ലാവരും പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു ദിവസം തന്നെയാണ് ലോക നാടക ദിനം. ഇത് ഇൻ്റർനാഷണൽ തിയേറ്റർ അക്കാദമി 1961 തുടങ്ങി വെച്ചതാണ് ഇത്തരത്തിലുള്ള ഒരു പരിപാടി. ഇത് മറ്റൊന്നുമല്ല, സമയം കളയാനുള്ളൊരു ഉപാധിയല്ല നാടകം. ഇറ്റ്സ് എ ട്രാൻസ്ഫോർമേറ്റീവ് തിങ്. മനുഷ്യ മനസ്സിനെ മാറി ചിന്തിപ്പിക്കാനുള്ള പാതകൾ തുറക്കുന്നതാണ് നാടകം എന്ന് ലോകത്തിനെ പഠിപ്പിക്കുകയായിരുന്നു ഇൻ്റർനാഷണൽ തിയേറ്റർ അക്കാദമി. 1961 ഗ്രീക്ക് നാടകങ്ങളിലൂടെ മനുഷ്യവ്യഥകളെയും വേദനകളെയും സമൂഹം നേരിടുന്ന പ്രശ്നങ്ങളെയും കുറിച്ച് അഗാധമായ പഠനങ്ങളിലൂടെ, ജീവിത അനുഭവങ്ങളിലൂടെ അവർ മനസ്സിലാക്കിയ അനുഭവങ്ങളാണ് വേദികളിൽ അന്നത്തെ നാടക പ്രവർത്തകർ പങ്കുവെച്ചത്. അത് സാമൂഹ്യ പരിവർത്തനത്തിന് അത് വളരെയധികം ഉപകരിച്ചു. മാത്രമല്ല, അവിടെ നിന്നിങ്ങോട്ട് നാടകമെന്ന ഈ കലാരൂപമാണ് ഭരണകൂടങ്ങളെ വരെ സൃഷ്ടിക്കാനും ഇല്ലാതാക്കാനും
ഓരോരോ കാലഘട്ടത്തിൽ ശക്തമായി പ്രവർത്തിച്ചിട്ടുള്ളത്. തിരൂരിലെ ഏറ്റവും വലിയ സാംസ്കാരിക സംഘടനയായിട്ടുള്ള തിരൂർ ആർട്ട് സൊസൈറ്റി നാടക കലാകാരന്മാരുടെ ഒരു സൊസൈറ്റിയാണ്. അതിൽ തന്നെ പാട്ട് പാടുന്നവരൊക്കെ ഉണ്ടെങ്കിലും നാടകത്തിന് അമച്വർ നാടകങ്ങൾക്ക് പ്രൊഫഷണൽ നാടകങ്ങൾക്ക് പ്രാമുഖ്യം നൽകിക്കൊണ്ട് നാടിനെയാകെ മാതൃകയായിക്കൊണ്ട് മുന്നേറുന്ന ഒരു സംഘടനയാണ് തിരൂർ ആർട്ട് സൊസൈറ്റി ടാസ്. ഗ്രീക്ക് നാടകമാണ് ലോകത്തിൽ ആദ്യം ഉണ്ടായ നാടകമെങ്കിലും ഷേക്സ്പിയർ നാടകത്തിൽ നിന്ന് തുടങ്ങി രാജ്യത്തിൻ്റെയും ലോകത്തിൻ്റെയും പുരോഗതിക്ക് നാടകത്തിനുള്ള പങ്ക് ഒരിക്കലും വിസ്മരിക്കാവുന്നതല്ല. അത്രയധികം പുരോഗതിയുടെ ഭാഗമായിട്ടാണ് ലോകത്തിൽ നാടകങ്ങൾ നമ്മുടെ നാട്ടിൽ അല്ലെങ്കിൽ ലോകത്തിൽ ഒന്നടങ്കം അവതരിപ്പിച്ചത്. തീർച്ചയായിട്ടും ഇത്തരത്തിലുള്ളൊരു സൊസൈറ്റി, ഇവിടുത്തെ കലാകാരന്മാരുടെ കൂട്ടായ്മ ഈ ലോക നാടക ദിനത്തിൽ ഇത്തരത്തിലുള്ളൊരു പരിപാടി അവതരിപ്പിക്കുമ്പോൾ അതിൽ നിന്നും നിങ്ങൾക്ക് കുറേയധികം പുരോഗതിയുടെ കാര്യങ്ങൾ മനസ്സിലാക്കാൻ കഴിയുമെന്ന് നിങ്ങളോട് പറഞ്ഞുകൊള്ളുകയാണ്. ഞങ്ങളുടെ കൂടെ എക്കാലത്തും നിലനിൽക്കുന്ന ജനകീയ കലാ ആസ്വാദകരുടെ സദസ്സിന് മുൻപാകെ എല്ലാ മാസവും തിരൂർ ആർട്ട് സൊസൈറ്റി കലാ സാംസ്കാരിക സംഗമം ഒരുക്കുന്നതിന്റെ ഭാഗമായാണ് ലോക നാടക ദിനമായ 2026 മാർച്ച് 27 വെള്ളിയാഴ്ച വൈകുന്നേരം 6 മണിക്ക് തിരൂർ ചക്ക സ്കൂളിൽ വേദിയൊരുക്കുന്നത്. ചടങ്ങിൽ പ്രശസ്ത നാടക കലാകാരൻ മുരളി കോട്ടകൽ മുഖ്യാതിഥിയാകും. വാർത്താ സമ്മേളനത്തിൽ സെക്രട്ടറി ജയരാജ് കെ, വർക്കിംഗ് പ്രസിഡന്റ് സൂരജ് ഭാസുര, രക്ഷാധികാരി വേണുഗോപാൽ കൊൽക്കത്ത, പ്രോഗ്രാം കോർഡിനേറ്റർ സത്യാനന്ദൻ, രക്ഷാധികാരി ബഷീർ പുത്തൻവീട്ടിൽ, അശോകൻ വയ്യാട്ട് തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ഡെസ്ക് പ്രഹേളിക ന്യൂസ്. നേടെടുക്കാം പുതിയ ബന്ധങ്ങൾ. ബ്രൈഡൽ ക്രാഫ്റ്റ് ദ വെഡിംഗ് മോൾ, പാൻ ബസാർ, തിരൂർ.